ഹായ്, നമുക്ക് ആരാണ് സോനം വാങ്ചുക് എന്ന് നോക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ സോനം വാങ്ചുക്കിനെ പറ്റി ഒരുപാട് കേട്ട് ഫിലാന്ത്രോഫിസ്റ്റ് ആണ്, അല്ലെങ്കിൽ രാജ്യസ്നേഹിയാണ്, അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ആളാണ്, അങ്ങനെ കേട്ട് നമ്മളൊരു പുണ്യാളൻ രൂപത്തിൽ കൊണ്ട് എത്തിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. ശരിക്കും ആരാണ് സോനം വാങ്ചുക്? ഓക്കെ, 2007 കേന്ദ്ര ഗവൺമെൻറ്, അതായത് അന്നത്തെ UDF സർക്കാർ തന്നെ ആൻറ്റി നേഷണലായിട്ട് പ്രഖ്യാപിച്ച ഒരാളാണ് സോനം വാങ്ചുക്. ഓക്കെ, ചൈനയായിട്ടും പാകിസ്ഥാനുമായിട്ടും അനധികൃത റിലേഷൻസ് ഉണ്ടെന്ന് ഗവൺമെൻറ് പ്രൂവ് ചെയ്ത് ആൻറ്റി നേഷണലായിട്ട് പ്രഖ്യാപിച്ച ആളാണ്. അനധികൃത ഭൂമി കൈയേറ്റത്തിൻ്റെ പേരിൽ നിയമ നടപടികൾ നേരിടേണ്ടി വന്ന ആളാണ്. ഓക്കെ, ശേഷം റീസെൻ്റ് ആയിട്ട് 2025 സെപ്റ്റംബറിൽ പോലും പാകിസ്ഥാൻ വിസിറ്റ് നടത്തിയ ആളാണ്. ശേഷം ചൈന ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് ആർമിക്ക് വേണ്ടുന്ന വഴി ഞങ്ങൾ തെളിയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സോനം വാങ്ചുക്. ഓക്കെ, അപ്പോൾ ഇതാണ് സോനം വാങ്ചുക്. ഓക്കെ, സോ നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾക്ക് നീതി വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇനി നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നീതി വേണം എന്നുള്ളതാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഓൾറെഡി റെസൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു അല്ലേ. നീറ്റ് എക്സാം ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് CBT മോഡായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ എൻക്രിപ്റ്റഡ് ആയിരിക്കും. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഓക്കെ, ഓൾറെഡി നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾ അവർ എക്സാം എഴുതി പാസ്സായി, അവർ റിസൾട്ട് വന്നു, ദേ ഓൾ ആർ സാറ്റിസ്ഫൈഡ്. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഓക്കെ, അപ്പോൾ പ്രശ്നം അതല്ല. ഓക്കെ, പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഡൽഹിയിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക, റോഡ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ട്രെയിൻ, ഇങ്ങനെയൊക്കെയുള്ള പൊതുമുതലുകൾ നശിപ്പിക്കുക. ഓക്കെ, അതുവഴി ശ്രീലങ്കയിൽ എന്താണ് നടന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ എന്താണ് നടന്നത്, അതുപോലെ ഒരു ഭരണ അട്ടിമറി ഇവിടെ ഉണ്ടാക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്ന ആരൊക്കെയുണ്ട്. പക്ഷെ നെവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഇന്ത്യ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതാണിപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണിപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻറ്റി നാഷണൽ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് നടക്കുന്ന കുറേ ഡ്രാമാസ്, ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറേ പോളറൈസേഷൻ, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ബിഫോർ ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫേക്ക് ന്യൂസസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ന്യൂസസ് ആൻഡ് ഓൾ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ശരിക്കും ഡൽഹിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മാത്രം വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്യുക. കാര്യം, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ ന്യൂസസും അല്ലെങ്കിൽ ഓരോ സ്റ്റാറ്റസും കുറേ ആൾക്കാർ കാണുന്നുണ്ട് അല്ലേ, അവരെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ബൈ.